ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്ക് ബുക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പിടി എന്നാണ് പറയുക. നിങ്ങളൊക്കെ എന്താണ് പേര് പറയുക എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ. ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് നോക്കാം. ഇവിടെ 1 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് 1 കിലോ അരിപ്പൊടിയിൽ ചെയ്തിരിക്കുന്നത്. അരിപ്പൊടി ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇത് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലാണ് ചെയ്യേണ്ടത്. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ചൂടുവെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ മാവിങ്ങനെ പച്ചവെള്ളത്തിൽ കുഴച്ച് നല്ല ലൂസായിട്ട് കുഴച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് വറ്റിച്ച് കുറുക്കി പാകത്തിന് ആക്കിയെടുക്കാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. മാവ് വളരെ സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ അതാണ് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ ചെയ്യാം. ഞാൻ ഈ മാവ് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അതിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഒരൊറ്റ കട്ടയായിട്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഇത് ഞാനൊരു വലിയ തളികയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ അടപ്പാണ്. 1 കിലോയുടെ മാവായതുകൊണ്ട് കുറച്ച് കൂടുതൽ അധികം ഉണ്ട്. ഇനി ഇതൊന്ന് കുഴച്ച് എടുക്കണം. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതൊരു 2-3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല മയത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. മാവെല്ലാം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഒരു ചെറിയ നെല്ലിക്കയുടെ ഒക്കെ ഒരു വലിപ്പത്തിനുള്ള ഉരുളകളായിട്ട് നമുക്കിതിനെ മുഴുവനും ഉരുട്ടിയെടുക്കണം. ഈ പിടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഉരുളകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിത്തിരി പ്രയാസമുള്ള ജോലിയാണ്. അതൊഴിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയുമാണ്. നമുക്കിനി ഇത് മുഴുവനും ഒന്ന് ഉരുളകളാക്കിയിട്ട് കൊണ്ടുവരാം. മുഴുവൻ മാവും ഞാനിവിടെ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിലരൊക്കെ പിടി വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അങ്ങനെയും ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു രുചിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പ്ലെയിൻ ആയിട്ട് തേങ്ങാപ്പാലിൽ ചേർക്കുന്നതിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അരപ്പിൽ ചെയ്യുന്നത്. ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും
നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൽ കിടന്ന് ഈ അരി ഉണ്ടകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഓൾറെഡി നല്ല വെന്തതാണ്, എന്നാലും ഇതൊന്ന് ആ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കണം. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ രുചി ഇതിലൊന്ന് പിടിക്കണം. ഈ ചാറൊന്ന് കുറുകി വരണം. അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. കണ്ടില്ലേ, ഇപ്പം തന്നെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് തേങ്ങ ചിരകിയത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അരച്ച് ചേർക്കുന്നത് കൂടാതെ. ഇടയ്ക്ക് ഇത്തിരി തേങ്ങ കടിക്കാൻ ഒക്കെ കിട്ടുമ്പം അതൊരു ടേസ്റ്റാണ്. അങ്ങനെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പം അത്യാവശ്യം നന്നായി കുറുകി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുറുക്കിയെടുക്കരുത്, കാരണം ഇത് തണുക്കുമ്പോഴേക്കും വീണ്ടും ഇത് കുറുകി വരും. ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നാടൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെയധികം രുചിയാണ്. ഇതിൻ്റെ കൂടെ കോഴിക്കറിയാണ് കോമ്പിനേഷൻ. ഇനി ഒരു കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, കാരണം നമ്മളിതിൽ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇത്തരം വ്യത്യസ്തങ്ങളായ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് നീതൂസ് കുക്ക് ബുക്ക്.